ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ കണ്ടാലറിയാം നമ്മൾ എന്ത് വീഡിയോ ആണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ളതിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതിന് മുന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൽ എത്തിയ ടൈമിൽ ബെല്ലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുടെയൊക്കെ അവരുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നല്ല ഡിസിപ്ലിനായിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഡേറ്റും ഡേയും ഒക്കെ എഴുതുകയാണ് കേട്ടോ. ക്ലാസ്സിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്, ഡേറ്റും ഡേയും ഒക്കെ എഴുതി വെക്കും കേട്ടോ. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ കുട്ടികൾക്ക് ഞാനൊരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരൊന്ന് ആക്റ്റീവാക്കാൻ ശ്രമിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാണ് കേട്ടോ. 3 ആബ്സെൻറ്റീസൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ ഹാഫ് ഡേൻ്റെ അറ്റൻഡൻസാണ് മാർക്ക് ചെയ്യണത്. പിന്നെ അവർ അപ്പോൾ ഇൻട്രസ്റ്റാണ്, നമുക്ക് ഗെയിം കളിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ എടുത്ത് ഫസ്റ്റ് പീരീഡ് ബെല്ലൊക്കെ അടിച്ചിട്ടോ. അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ വീണ്ടും ഭക്ഷണം എടുത്തിട്ട് ക്ലാസ്സിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഒരുപാട് കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു. കുട്ടികളും ഞാനും ഒരുമിച്ചിരുന്നിട്ടാണ് എന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ഒരു ടൈമാണ് അതെന്ന് പറയാം. പിന്നെ കുറച്ച് നേരം സ്റ്റാഫ് റൂമിലൊന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. അത് എനിക്ക് ഫ്രീ പീരീഡ് ആയ ടൈമിലാണ് കേട്ടോ. ലഞ്ച് ബ്രേക്കിനും കുട്ടികളുടെ കൂടെയാണ് ഉണ്ടാവുക. പിന്നെ കേരളപ്പിറവിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. അതൊക്കെ കഴിഞ്ഞ് സ്കൂൾ വിടാനുള്ള ടൈമായി, വെള്ളടിച്ചു. അപ്പോൾ നമ്മുടെ KG സ്റ്റുഡൻസൊക്കെ ആദ്യം പോവട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാൻഡേർഡിലെ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. നല്ല വെയിലുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സ്കൂൾ വണ്ടിയിലാണ്, സ്കൂൾ വെഹിക്കിൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. കുറച്ചധികം സ്കൂളിൽ നിന്ന് കുറച്ച് അധികം ദൂരം തന്നെ എനിക്കുണ്ട് കേട്ടോ വീട്ടിലേക്ക്. കാരണം സ്കൂൾ വണ്ടി നേരെ അല്ല പോകുന്നത്, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ വീട്ടിലെത്താൻ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ല ചായയും പപ്സും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ടോ.